ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു ആളെന്ന ലെവലിലും വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും വാർഡിലുള്ളതും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ സാധാരണക്കാരുടെ ജനങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതുമായ മഹേശ്വരനാഥ സാറിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉപദേശക സമിതി പ്രസിഡൻ്റാണ്. ഈ ക്ഷേത്രത്തിനെ ഈ രീതിയിൽ ഇത്രയും നല്ല രീതിയിലാക്കുന്നതിന് ഈ നാട്ടുകാരോടൊപ്പം നിന്ന് വളരെ സഹായിച്ച അദ്ദേഹത്തിന് വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തെപ്പറ്റി പറയാനുണ്ട്. അത് നമുക്ക് കേൾക്കാം. നമ്മുടെ പുതുപ്പുര ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് മുമ്പായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തിരുവിതാംകൂർ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. രാജഭരണകാലത്ത് ശ്രീചിത്തിര തിരുനാളിൻ്റെ അവസാന കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അന്ന് പൂജയെടുപ്പ് മഹോത്സവം പൂജപ്പുരയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അത് പൂജയെടുപ്പ് എൻ്റെ അന്ന് മാത്രമാണ് വേട്ട, അതായത് പള്ളിവേട്ടയോടുകൂടി ഇവിടെ രാവിലെ കുമാരസ്വാമി എഴുന്നള്ളിക്കുകയും പള്ളിവേട്ടയോടുകൂടി തിരിച്ചെഴുന്നള്ളുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതിന് ആ കർമ്മം നിർവഹിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ അദ്ദേഹം നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അക്കാലത്ത് വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ചടങ്ങ് എന്ന് മാത്രമല്ല, ആ ഇന്നത്തെ മണ്ഡപം ഇരിക്കുന്ന സ്ഥലത്തും ആ പാർക്ക് ഇരിക്കുന്ന സ്ഥലവും മൈതാനം ഉൾപ്പെടെ ഈ പൂജെടുപ്പുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കി കാണുന്ന ഭക്തജനങ്ങൾ മുഴുവൻ റോഡിൻ്റെ ഇരു സൈഡിലും നിന്ന് തിരുവിതാംകൂർ മഹാരാജാവ് വന്നു പോകുന്നത് കാണുകയും കുമാരസ്വാമിയെ വെള്ളിക്കുതിരയിൽ എഴുന്നള്ളി എത്തി തിരിച്ചെഴുന്നള്ളത്തും കാണാൻ കഴിയും. അപ്പോൾ ആ പള്ളിവേട്ട നടക്കുന്ന സമയത്താണ് മറ്റുള്ള ആൾക്കാർക്ക് അകത്ത് പ്രവേശനമില്ലാത്തത്. അത് മഹാരാജാവും അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റിയും ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് അതിനകത്ത് അപ്പോൾ പ്രവേശനമുള്ളത്. ഞാനൊക്കെ അന്ന് റോഡിൽ നിന്നും എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അപ്പം മൈതാനം ഉപയോഗിച്ചിരുന്നത് പീരങ്കി വെടി ആചാരപ്രകാരം നടക്കാറുണ്ട്. അതോടൊപ്പം ഇന്ന് ഇരിക്കുന്ന പാർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 കുറയാതെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറുണ്ട്. പിന്നെ കുതിരപ്പുറത്തുള്ള പോലീസിൻ്റെ അകമ്പടിയുണ്ട്. അത് കാണുന്നതിന് അന്ന് തന്നെ ഭയങ്കര ജനക്കൂട്ടമാണ്. പോലീസൊന്നും നിയന്ത്രിച്ചാൽ പറ്റാത്ത രീതിയിൽ രണ്ട് സൈഡിലും പോലീസ് നിന്നിട്ടാണ് ഭക്തജനങ്ങൾ ആ ചടങ്ങ് പള്ളിവേട്ട വരുന്നതും. അവിടുത്തെ പീരങ്കിയുടെ വെടി കേൾക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് തിരുവനന്തപുരം ജില്ല മുഴുവൻ കിടുങ്ങുന്ന രീതിയിലാണ്. അപ്പം അത് ആ ഒരു ചടങ്ങ് കാണുന്നതിന് അന്ന് മുതലേ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയോടുകൂടി ആണ് ഈ ജനങ്ങൾ ഇവിടെ എത്തുകയും മഹാരാജാവ് എഴുന്നള്ളി തിരിച്ചു പോകുമ്പോൾ അവിടെ പിന്നെ ശൂന്യമാണ്. അപ്പോൾ അതിനുശേഷം അന്നുണ്ടായിരുന്ന അന്നത്തെ കൗൺസിലർ പൂജപ്പുര ഉണ്ണിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു 4-5 ദിവസം ഇത് പ്രോഗ്രാം കൂടി നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ദിവസമാണ് ഈ ചടങ്ങെങ്കിലും ഒരു 3-4 ദിവസം, അവസാനത്ത് 10 ദിവസത്തോളം ഈ ചടങ്ങ് ഉത്സവാഘോഷം, നാടകം, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഒരു 10 മണിക്ക് നാടകമൊക്കെ തുടങ്ങി അങ്ങ് ഒരു ഇത് വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കുറേ കാലം അങ്ങനെ നീണ്ടുപോയി. അക്കാലത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അവിടെ ഈ പൂജെടുപ്പുമായി ബന്ധപ്പെട്ട അന്നത്തെ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ എല്ലാവരും അടങ്ങിയ കമ്മിറ്റി. ആ കമ്മിറ്റി ഒരു കളിമൺ പ്രതിമ അവിടെ കൊണ്ടുവയ്ക്കുകയും അത് ഉത്സവം കഴിഞ്ഞ് എടുത്ത് മാറ്റി മണ്ഡപത്തിനകത്ത് വെച്ചപ്പോൾ ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെടുത്ത് മാറ്റി അവർ തൂൺ കെട്ടി. അതായത് ഇന്നത്തെ ആ പാർക്കിരുന്നിടത്തൊരു മതിലുണ്ടായിരുന്നു. ആ മതിലൊരു തൂൺ കെട്ടിയുടെ പുറത്ത് ആ ഉത്സവം കഴിഞ്ഞ് ഇതിനെടുത്ത് അവിടെ വയ്ക്കും. പിന്നെ അത് അവിടെ നിന്ന് മാറ്റിയില്ല. അതവിടെ ഇരുന്ന ആ കമ്മിറ്റിക്കാർ തന്നെ അത് ഏതാണ്ടൊരു 2 അടി നീളവും 2 അടി
വീതിക്കുമുള്ളൊരു ചെറിയ ഒരു ഇത് കെട്ടിയിട്ട് നനയാതെ ഒരു പീഠം പോലെ നനയാതെ തൂൺകെട്ടിയിൽ തന്നെ വെച്ചിരുന്നതാണ്. അതിൻ്റെ പുറത്ത് നനയാതെ ഷീറ്റ് കൊണ്ടൊക്കെ വെച്ചിരുന്നു. അത് വെച്ചിട്ട് പിന്നെ പൂജെടുപ്പിന് വരുമ്പോൾ 10 ദിവസം ഉത്സവമൊക്കെ നടത്തിയിരുന്നു. അത് വീണ്ടും 1995 ഞാൻ കൗൺസിലറായപ്പോൾ ആദ്യം ഞാൻ എഴുതുന്നത് പൂജെടുപ്പിനും തൊട്ടുമ്പോൾ ഒക്ടോബറിലാണ് ഇലക്ഷൻ. ഒക്ടോബർ പകുതിയോടുകൂടിയാണ് പൂജെടുപ്പ്. അന്ന് ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല. അന്ന് ഞാൻ ആദ്യം തിരുവനന്തപുരം നഗരസഭയിൽ സെക്രട്ടറിക്ക് ആദ്യമായി കത്തെഴുതുന്നത് പൂജെടുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തണമെന്നും അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അവർ കത്ത് കൊടുത്തു. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് മനഃപൂർവ്വം എഴുതിയതാണ്. കാരണം ഞാനിത് കണ്ടിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഈ ഉത്സവം നടക്കുമ്പോൾ ഫുട്പാത്ത് ഉൾപ്പെടെ കസേരകളെല്ലാം മുഴുവൻ മണ്ഡപം ഉൾപ്പെടെ വൈറ്റ് വാഷ് ചെയ്യും, മൈതാനം ഉൾപ്പെടെ വൈറ്റ് വാഷ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ആ പണികളൊക്കെ എനിക്ക് ചെയ്യാനും കഴിയും. ഈ കൽത്തൂണിൻ്റെ പുറത്ത് ഇതിരിക്കുന്നതിനെക്കുറിച്ച് 1995 ലാസ്റ്റിലാണ് അവസാനം, അതായത് 2000 അതിൻ്റെ പീരീഡ് തീരെയാണ് പൂജപ്പുര വാർഡ് കൗൺസിലർ എന്നുള്ളതിന്. എൻ്റെ അടുത്ത് ഞാനിത് ചേങ്കോട്ട് പോകണം സ്വാമി ശ്രീ സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഞാൻ മിക്കവാറും അവിടെ പോകാറുണ്ട്. നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട്. അദ്ദേഹം വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ആ മതിലിൻ്റെ പുറത്തിരിക്കുന്ന അതിന് നീ അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം ചെയ്യണം. ഞാൻ കേട്ട്, സ്വാമിജി ഈ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് എങ്ങനെ ക്ഷേത്രം കെട്ടാൻ കഴിയും? അതൊക്കെ നടക്കൂടെ, നീ ശ്രമിച്ചാൽ മതി. വാസ്തവത്തിൽ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പാർക്കിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം നടത്തുക ഞാൻ എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. നിലവിൽ അതിനകത്ത് സാമൂഹ്യ വിരുദ്ധന്മാരുടെയൊക്കെ ശല്യവും ഒക്കെ ആയപ്പോൾ ആ കാമ്പൗണ്ട് കെട്ടി മറയാൻ എല്ലാവർക്കും അതിന് സൗകര്യവും അതൊരു ഓപ്പൺ ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് ആ മതിലിനെ പൊളിച്ചു. അപ്പം അന്നുണ്ടായിരുന്ന കുറച്ച് ഗ്രില്ലുണ്ടായിരുന്നു. ആ ഗ്രില്ല് ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ഓഫീസിരിക്കുന്നതിൻ്റെ ഭാഗത്തും അവിടെയുമായിട്ട് ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ടു. പണി ചെയ്തപ്പോൾ തിരിച്ചിട്ടു. അപ്പോൾ തന്നെ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ഞാൻ അപ്പോൾ കോൺട്രാക്ടർക്കും ഒരു പേടി, അതെങ്ങനെ തിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങളത് ഒരു 1-2 സെൻറ്റ് സ്ഥലത്തിനകത്തേ വരുള്ളൂ, അതങ്ങ് തിരിച്ചിടാം. അങ്ങനെ അത് കാമ്പൗണ്ട് അങ്ങ് തിരിച്ചു. അപ്പോൾ ഇതിനകത്താണ് ആ തൂൺ കെട്ടിയിരിക്കുന്ന വിഗ്രഹം. അപ്പോൾ എനിക്ക് അത്രയൊന്നും ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇലക്ഷനാണ്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഞാൻ തൊട്ടടുത്ത വാർഡ് ചെങ്കുള്ളൂർ മത്സരിക്കുകയാണ്. പൂജപ്പുരയിലും എല്ലാവരും മത്സരം നടക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നുള്ള കമ്മിറ്റിക്കാരുടെ അടുത്തും നമ്മളെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞു, ഇപ്പോൾ ആകുമ്പോൾ ഒരു തർക്കവും വരത്തില്ല. കാരണം ഇലക്ഷൻ ആകുമ്പോൾ ഒരു പാർട്ടിക്കാരും വന്നതിനെ തടസ്സപ്പെടുത്തില്ല. നിങ്ങളവിടെ എന്തെങ്കിലും ചെയ്യണം. അവിടെ നമ്മുടെ അന്നുണ്ടായിരുന്ന ഡോക്ടർ അശോകനും നമ്മുടെ ഒരു 3-4 പേര് ചേർന്ന്, വിജയനുണ്ടായിരുന്നു, നമ്മളെ പൂജപ്പുര സോമൻ നായർ, നമ്മുടെ ഹോട്ടൽ മുരുകാനന്ദ, സുരേന്ദ്രൻ കോൺട്രാക്ടർ, അവരെല്ലാം കുറച്ച് അവരുടെയൊക്കെ ശ്രമഫലമായി നാട്ടുകാരുടെ കാശ് കൊടുത്ത് ഒരു ഷെഡ് കെട്ടി. ആ ഷെഡ് കെട്ടി അങ്ങനെ വീണ്ടും ഒരു 4-5 കൊല്ലം അങ്ങനെ പോയി. അപ്പം 2000 കഴിഞ്ഞു. 2005 ആയപ്പോൾ 2005 വരെ അങ്ങനെ തന്നെ പോയി. അപ്പോൾ 2005 ശേഷം വീണ്ടും നഗരസഭയിൽ ഞാൻ തുടർന്നും കൗൺസിലറായി വന്നതാണ്. അപ്പോൾ അന്നത്തെ കൗൺസിൽ വിനി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കൗൺസിലിൻ്റെ കാലത്ത് വീണ്ടും ഞാൻ പൂജപ്പുര വന്ന് മത്സരിക്കാൻ പറ്റി. അപ്പോൾ പൂജപ്പുര വന്ന് അവിടെ നിന്ന് വിജയിക്കുകയും, അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് സ്വാമിജി പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതങ്ങനെ തിരിച്ച് വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ജയംബാബുവാണ് മേയർ. ഞാൻ ഭരണസമിതിയിൽ ഞാനും മുടവൻമകൾ വാർഡ് കൗൺസിലർ രാജശേഖരൻ നായരും ഭരണസമിതിയിൽ, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി. അപ്പോൾ പാർക്കിൻ്റെ ഒരു സമഗ്ര വികസനം
ഒരു നല്ല രീതിയിലൊരു ഇത് നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് പാർക്ക് നവീകരിക്കാൻ പോവാം. അപ്പോൾ ഈ ഷെഡ് ഇടയ്ക്ക് ഒരു അഭംഗിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇതിനകത്ത് ആ സരസ്വതിയുടെ ഒരു വിഗ്രഹം മാത്രം 4 മുളങ്കമ്പും കൊണ്ട് വെച്ച് അതിനകത്താണ് ഇരിക്കുന്നത്. മുളങ്കമ്പ് എന്ന് വെച്ചാൽ 2 അടി പൊക്കമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഞാൻ ജയം ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു, മേയറൊരു സഹായം ചെയ്യണം. എന്താണ്? ഞാൻ പറഞ്ഞു, അവിടെ ഇത്രയും നമ്മൾ 10-35 ലക്ഷം രൂപ അന്നത്തെ എസ്റ്റിമേറ്റ്. അതായത് ഇന്നിരിക്കുന്ന കടകളും ചുറ്റുമുള്ള മതിൽ കെട്ടെല്ലാം വരും. ആ സ്റ്റേജ്, അതിനകത്തൊരു സ്റ്റേജും വരും. അതെന്ത് മനുഷ്യന്മാരെ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഇതെല്ലാം കിട്ടുമ്പം നല്ല വളരെ പുരാതനമായ പൂജപ്പുര മണ്ഡപവും നമ്മൾ ഈ നവീകരണം നടത്തുമ്പോൾ ഇടയ്ക്ക് ഈ ചില ചായത്തട്ടൊക്കെ റോഡി വെക്കുമ്പോൾ ഒരു തട്ടുകട പോലെ ഒരു സംഭവം അവിടെ ഇരിക്കുകയാണ്. അതൊന്ന് മാറ്റി ഈ മണ്ഡപത്തിന് അടുത്തായിട്ട് ഈ മണ്ഡപത്തിൻ്റെ ശൈലിയിൽ ഒരു നല്ല ഭംഗിയോടുകൂടി ഒരു ചെറിയ ഇതിനകത്താക്കി ഒന്ന് വയ്ക്കണം. അത് ഓപ്പറേഷൻ ചിലതൊന്നും നോക്കണ്ട, നാട്ടുകാർ നമ്മളത് ചെയ്തോളാം. അത് വയസ്സന്നേരം അത് വലിയ വിഷയമാവുമല്ലോ. ഞാൻ പറഞ്ഞൊരു വിഷയമില്ല, അവിടെ ഇരിക്കുകയില്ലേ. അപ്പോൾ അതിന് ഒരു ആ ഷെഡിരിക്കുന്ന സ്ഥലത്ത് ആ ഷെഡിനെ പൊളിച്ച് കളഞ്ഞ് ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി, മഹേശ്വരൻ നായരുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം സാക്ഷി വഹിക്കുന്നത് നമ്മുടെ രാജശേഖരൻ നായർ, വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിലും അദ്ദേഹം അതിനോടൊപ്പം യോജിച്ചു. അങ്ങനെ ഭരണസമിതി നമ്മൾ 2 പേരും ഉള്ളതുകൊണ്ട് ആ തീരുമാനം പൂജപ്പുര വന്നു. അന്നുണ്ടായി അവിടെ അമ്പലമായിട്ട് സഹകരിക്കുന്നവരടുത്ത് പറഞ്ഞു, അതിനെ അന്ന് അത് അകത്തിരിക്കുന്ന ശ്രീകോവിൽ കെട്ടി. ശ്രീകോവിൽ കെട്ടുകയും അത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അപ്പം അതിന് മുമ്പ് തന്നെ ഞാനും നമ്മളെ അന്നത്തെ സഹകരിക്കുന്ന കമ്മിറ്റിക്കാരുമായിട്ട് ഇത് ജ്യോത്സ്യന്മാരെയും മന്ത്രിമാരെയൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്നും പഴയ ചരിത്രം അറിഞ്ഞോളൂ. ആ പോയപ്പോഴത്തേക്ക് അവർ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഉഗ്രമൂർത്തിയായ ആയുധധാരിയായ ഒരു ദേവിയുടെ സ്ഥാനം അവിടെയുണ്ട്. അത് കാലാകാലങ്ങളിൽ നശിച്ചു പോയതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൻ്റെ സ്ഥാനം. അതാണ് അതിൻ്റെ സമീപത്തുള്ള കുളങ്ങളും വനമായി കിടക്കുന്ന പ്രദേശമൊക്കെ. അതായത് ആ കുളമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തൊഴിപ്പര, അതായത് പഞ്ചകർമ്മ ഹോസ്പിറ്റലിനകത്തുള്ള കുളവും ഇതെല്ലാം അന്ന് മതിലോ കമ്പൗണ്ടോ ഒന്നുമില്ലാതെ ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദേവീ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ സരസ്വതി ദേവിയുടെ ഇതിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാന്നിധ്യം. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും ആ സരസ്വതി ദേവി പ്രതിഷ്ഠ നടത്തുന്നത് വളരെ നല്ലതും ആ പ്രദേശത്തിനും മൊത്തം മാറ്റം വരുന്നതുമാണ്. അതോടൊപ്പം ഏത് പൂജ ചെയ്യുമ്പോഴും ഏത് ഉത്സവം നടക്കുമ്പോഴും അവിടെ സങ്കല്പിച്ചുകൊണ്ട് ആയുധധാരിയായ ആ ദേവിയെ പ്രീതിപ്പെടുത്തി ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ദേവാലയങ്ങൾക്കും ഒരു ദിവസത്തെ വഴിപാടും ചെയ്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പാൽപ്പായസം ഉൾപ്പെടെ അത് നടത്തിയതിന് ശേഷം തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്താനും അതിനുള്ള കാരണക്കാരും. അന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് സഹകരിച്ച ശ്രീ വിജയൻ, ശ്രീ മണികണ്ഠൻ നായരുണ്ട്, സുരേന്ദ്രൻ നായരുണ്ട്, കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാനുണ്ട്, അങ്ങനെ ഡോക്ടർ അശോകൻ, ഇവരെല്ലാവരും പൂജപ്പുര ജെ രവീന്ദ്രൻ നായർ എന്നൊരാളുണ്ട്. ഇവരെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയും. ആ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. എങ്കിലും പൂജാതി കാര്യങ്ങളൊന്നും വളരെ കൃത്യമായി നടക്കുന്നില്ല. പിന്നെ വ്യക്തമായ കണക്കും കാര്യങ്ങളും ഒന്നും തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. പിന്നെ നഗരസഭയുടെ മൈതാനം ഉൾപ്പെടെ എവിടെയെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനൊന്നും ഒരു അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതായി.
അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള പരാതി തിരുവനന്തപുരം നഗരസഭയിൽ എത്തുകയും എന്നോടും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നോടും അത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇതിനിടയ്ക്ക് ചില കേസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ കേസിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. വ്യക്തിപരമായ ആരെയും പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ ഞാൻ തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷ പരിപാടിയും എല്ലാം നടത്തുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നും അത് തിരുവനന്തപുരം നഗരസഭ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നും തീരുമാനിക്കുകയും 2012 ഞാൻ ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ച പ്രമേയം 100 പേരും കൈയടിച്ച് പാസ്സാക്കിയ ഒരു പ്രമേയമായി. അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യൻസുണ്ട്, ഒന്നിനും ഇല്ലാത്ത എല്ലാ വിഭാഗം ആളുകളും ഒരു മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ പാസ്സാക്കിയ ഒരു പ്രമേയം അനുസരിച്ചാണ് ഈ ജനകീയ സമിതി ഉണ്ടായത്. ആ ജനകീയ സമിതിയുടെ അന്ന് പലരും പറഞ്ഞു മഹേശ്വരൻ നായർക്കും രാജശേഖരൻ നായർക്കുമൊക്കെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. അത് പിന്നെയാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ മേയർ ഇത് ഈ ജനകീയ സമിതി വരുമ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്. ഈ ജനകീയ സമിതി വരുമ്പോൾ ഉണ്ടായ മേയർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കെ ചന്ദ്രികയാണ്. അപ്പോൾ ചന്ദ്രികയും ഞാനുമായിട്ടും അതിനു മുമ്പുള്ള എല്ലാവരുമായിട്ടും ഞാൻ വലിയ വാഗ്വാദവും തർക്കങ്ങളും കോർപ്പറേഷനകത്ത് കൗൺസിൽ നിരന്തരം ഉന്നയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇക്കാര്യവും ഞാൻ പറഞ്ഞു, നമുക്കവിടെ ആ ക്ഷേത്രം ഇങ്ങനെ നടന്നു പോവാണ്. അതുകൊണ്ട് അവിടെ അഴിമതിരഹിതമായ ഒരു കമ്മിറ്റിയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്ര ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബാക്കി തുക മുഴുവൻ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കണം. അത് അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. അതനുസരിച്ച് കൗൺസിൽ തീരുമാനപ്രകാരം 15 എല്ലാ പാർട്ടിയിലും കൂടെ 15 വീതവും അതല്ലാതെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 59 പേരടങ്ങുന്ന ഒരു ജനകീയ സമിതിക്ക് തിരുവനന്തപുരം കൗൺസിൽ അംഗീകാരം കഴിഞ്ഞ 13 വർഷം അതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അത് ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ സെക്രട്ടറി, അപ്പോൾ അന്ന് ഞാനും എൻ്റെ അടുത്തന്ന് ചന്ദ്രിക പറഞ്ഞത്, കൗൺസിലിൽ ഏതാണ്ട് എല്ലാവരും പറഞ്ഞത്, മഹേശ്വരൻ നായർ ഇതിൻ്റെ പ്രസിഡൻ്റ് ആവണം, അല്ലെങ്കിൽ രാജശേഖരൻ നായരാവണം, നിങ്ങളൊരാൾ സെക്രട്ടറി ആവണം. നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇപ്പം ജനപ്രതിനിധിയാണ്, നമുക്ക് ഒരുപാട് ജോലികളുണ്ട്, ക്ഷേത്രം നടത്തൽ മാത്രമായി നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മളിത് ഏറ്റെടുത്തത് അവിടെ നല്ല രീതിയിൽ നടക്കാൻ, അതിനൊക്കെ വേണ്ട കമ്മിറ്റിക്കകത്ത് വേണ്ട നിർദ്ദേശം കൊടുക്കുവാനും സഹായിക്കുവാനും നമ്മളുണ്ടാവും. അതുകൊണ്ട് അത് 59 പേരിൽ നിന്ന് കമ്മിറ്റി വരും, അത് തിരഞ്ഞെടുത്തോളാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സെക്രട്ടറിമാരും പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് ഞാനും രാജശേഖരൻ നായരും ഒക്കെ 4 രക്ഷാധികാരികളെയൊക്കെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം പിന്നെ ഉത്സവാഘോഷങ്ങളിലേക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ അതിനകത്തൊരു പ്രത്യേകത എന്നുള്ളത്, എല്ലാ പാർട്ടിക്കാരും ഉള്ളതുകൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഒരാൾക്കും ഒരു അഴിമതിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും യോജിച്ച തീരുമാനം ജനകീയമായി എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ വളർച്ചയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ ആ ഇത് വന്നതിന് ശേഷം ആദ്യം ഉത്സവമൊക്കെ നടത്തി, തുടർന്ന് ആ ഫ്രണ്ടിലിരിക്കുന്ന ക്ഷേത്ര ഗോപുരവും ഓഫീസ് ആദ്യത്തെ ഭരണസമിതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. അതിനെല്ലാം ഒത്താശയും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഒരു നഗരസഭയുടെ സ്ഥലത്ത്, അതായത് സർക്കാരിൻ്റെ സ്ഥലത്ത് ഒരു ക്ഷേത്രം ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ അത് കെട്ടി ഉയർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് എത്രയോ വർഷത്തിന് മുമ്പ്
നീ ധൈര്യമായി പോയി ചെയ്യേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ ഇന്നും ഞാൻ എന്നും ഓർമ്മിക്കുന്ന ഒരാളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിടത്തൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ചെയ്യാവുന്നുള്ളൂ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ടോ? നമ്മൾ അവിടെ വെച്ചെടുത്തത്, ഇവിടെ ഗുരുവായൂർ വെച്ചെടുത്തത്. അപ്പോൾ ഞാനവിടെ അത് കഴിഞ്ഞ് ഗോപുരമൊക്കെ പൂർത്തിയായി. അത് കഴിഞ്ഞ് വീണ്ടും ഭരണസമിതികൾ ഇങ്ങനെ മാറി മാറി വന്നു. ഈ അവസാനത്തെ ഭരണസമിതി ആയപ്പോൾ കുറേ കാര്യങ്ങളോട് ചെയ്ത് തീർക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജനപ്രതിനിധിയൊന്നും അല്ല. എന്നാലും ഉള്ള ബന്ധങ്ങൾ വെച്ച് അത് ചെയ്തില്ല എങ്കിൽ പല ബുദ്ധിമുട്ടുകളും വരും. എന്തായാലും 59 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും, അന്നുണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ ചുറ്റും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് വീഴാത്ത രീതിയിൽ അത് പുനർനിർമ്മാണം അവിടെ അത് നിർമ്മിക്കുകയും പഴയ കുറേ ഷീറ്റൊക്കെ അതെല്ലാം മാറ്റി അതിൻ്റെ മേകളിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ബാക്കിൽ ഇടപ്പള്ളി, അതിൻ്റെ മേളിൽ ഒരു ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തന്ത്രി നെല്ലിയോട് ബ്രഹ്മശ്രീ നെല്ലിയോട് വിഷ്ണു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഒരു കാർമ്മികത്വവും ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചും അപ്പോൾ ഞാനിങ്ങനെ പല അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഇന്ന ചില നിർദ്ദേശങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. ഒന്ന്, മണിസമർപ്പണം, വാഗ്ദേവതയ്ക്ക് മണിസമർപ്പണം എന്നത് നടത്തുക. അദ്ദേഹം ഇവിടെ തന്നെ വന്ന് ഞാൻ വിളിച്ചു വന്നു. അപ്പോൾ അത് സമ്മതിച്ചു. അങ്ങനെയുള്ള മണിസമർപ്പണം, തുലാഭാരം, നാവൻ നാരായണം നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ്. നാവൻ നാരായണവും അതുപോലെ വിദ്യാരംഭം, എന്നും വിദ്യാരംഭം നടത്തുന്ന ചടങ്ങ്, ഇതെല്ലാം അതുപോലെ നിറപറ, ഈ എല്ലാ നിറപറയുമുണ്ട്. പാഞ്ചൈറ്റം നിറപറ, ഇതിനൊക്കെ ഇപ്പോൾ പാൽപ്പായസ പൊങ്കാല, അത് പ്രതിഷ്ഠാ വാർഷികത്തിൽ. ഇതിനൊക്കെ വൻ തിരക്കെന്ന് മാത്രമല്ല വളരെയധികം വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് അതിശയമാണ്. നമ്മുടെ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഈ ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും വിദ്യാരംഭത്തിനൊക്കെ ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്യുന്നൊരു കാലഘട്ടം. ഇപ്പോൾ ദിവസവും വിദ്യാരംഭമുണ്ട്. അതുപോലെ ഇപ്പോൾ വീണ സമർപ്പണം ഉൾപ്പെടെയുള്ള ഇത് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നവരാത്രി മഹോത്സവം നടത്തുന്നു. ഇപ്പം നമ്മൾ സാധാരണ ഒരു സരസ്വതി ദേവിയുടെ ഒരു പടം എടുത്തു വെച്ച് 10 ദിവസം വിളക്ക് കത്തിക്കും, 9 ദിവസം വിളക്ക് കത്തിക്കും, അതാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സരസ്വതി ദേവിയുടെ, അപ്പോൾ ഞാനിങ്ങനെ തന്ത്രത്തിന് ചോദിച്ചു, ഈ നവരാത്രിക്ക് അപ്പം പറഞ്ഞു ഓരോ ഭാവങ്ങളാണ്. അപ്പോൾ ഞാനും വായിച്ചു. അപ്പോൾ എനിക്ക് ഓരോ ഭാവങ്ങളാണെന്ന് ഞാനും വായിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ തന്ത്രി ചോദിച്ചപ്പോൾ അത് ഓരോ ഭാവങ്ങളാണ്. അങ്ങനെ സരസ്വതി ദേവിയുടെ 9 ഭാവങ്ങളും ആൾക്കാർ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കാനും ഓരോ ദിവസത്തെ പൂജയുടെ പ്രത്യേകത എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി അതിനകത്ത് ഈ നവദുർഗ സരസ്വതി ദേവിയുടെ 9 ഭാവങ്ങളും കൃഷ്ണശിലയും അതിനകത്ത് ചുവരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉത്സവത്തിന് അവിടെ അതിന് പ്രത്യേക പൂജയുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോൾ ഒരു നിർദ്ദേശം തന്ത്രി തന്നെ ഇങ്ങോട്ട് വെച്ചു. നമ്മൾ കുമാരസ്വാമി വള്ളി ദേവയാനി നിൽക്കുന്ന സമേതനായ ഒരു പ്രതിഷ്ഠയും വെക്കണമെന്ന് അന്ന് എല്ലാവരും ഉൾപ്പെടെ സഹകരിച്ചാണ് ഓരോരുത്തരായിട്ടാണ് ഓരോ പ്രതിമകൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പം അങ്ങനെ അത് അവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം വീണ്ടും 12 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതായ അഷ്ടബന്ധ നവീകരണ കഴിഞ്ഞ് നവീകരണ കലശം നടത്തി. അതിനൊക്കെ ലക്ഷക്കണക്കിന് 10-15 ലക്ഷം രൂപ ചിലവുള്ളതാണ്. അതെല്ലാം നടത്തി കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വളരെ ഭംഗിയോടുകൂടി ആ ഉത്സവാഘോഷം നടത്തുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മൈതാനത്തിനകത്തൊക്കെ
അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വടം കെട്ടി പോലീസിൻ്റെയൊക്കെ അകമ്പടിയോ പോലീസിൻ്റെയൊക്കെ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. കാരണം ക്ഷേത്രത്തിനകത്തൊക്കെ സ്ഥലപരിമിതി കുറവാണ്. എന്നാലും ഉള്ള സ്ഥലപരിമിതി വെച്ച് പരമാവധി നല്ല രീതിയിൽ നടന്ന് പോകാം. പിന്നെ അവിടുത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത ഈ വന്നതിന് ശേഷം, സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു നാടകം അല്ലെങ്കിൽ ഒരു കച്ചേരി എവിടെയെങ്കിലും വെച്ച് ഒരാളിലോട്ട് പാടിക്കും, അവിടെ ആരെങ്കിലും നിന്ന് കണ്ടുകൊണ്ട് പോകും. ഇപ്പം അതല്ല. സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപം എന്ന് ഞാനത് പറയാൻ വിട്ടുപോയതാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അത് പുതുക്കി പണിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപം എന്ന് നാമകരണം ഞാൻ തന്നെ പ്രമേയം കോർപ്പറേഷൻ കൊടുക്കുകയും അംഗീകരിക്കുക, അതനുസരിച്ചാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ആ സ്വാതി തിരുനാളിൻ്റെ അതും ഈ സരസ്വതി ദേവി ക്ഷേത്രം വരുമ്പോൾ ഏറ്റവും പ്രധാനം സംഗീത കച്ചേരിയാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ സംഗീത കച്ചേരി വൈകുന്നേരം 6:30 മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും. 6:30 മുതൽ 8:30 വരെ. 8:30-ക്ക് ശേഷം നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലുള്ളതുപോലെ ശ്രീ സരസ്വതി ദേവിയെ അവിടുന്ന് എഴുന്നള്ളിച്ച് മണ്ഡപത്തിനകത്തുള്ള ചെറിയ തിരുമണ്ഡപത്തിലിരുത്തി മഹാകനകസഭ എന്ന പൂജ നടത്തും. അപ്പോൾ ആ കനകസഭയിൽ ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ ദേവിയുടെ ഭാവങ്ങളാണ് ഓരോ ദിവസവും പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ദിവസവും ആ ദേവിക്ക് ധരിക്കുന്ന ഡ്രസ്സിനുൾപ്പെടെ, അതായത് ആഭരണങ്ങളും ഒരുക്കുന്നതും എല്ലാം പ്രത്യേക കളർ പൂവും പ്രത്യേക കളർ ചാർത്ത് അങ്ങനെയുള്ള ഇതൊക്കെ ധരിച്ചിട്ടാണ് ആ പൂജ നടത്തുന്നത്. അത് ഇങ്ങനെ മണ്ഡപത്തിൻ്റെ 4 ചുറ്റും ദേവിയെ എഴുന്നള്ളിച്ച് അകത്ത് പോയി കനകസഭ പൂജ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി ക്ഷേത്ര ഗോപുരത്തിൻ്റെ തിരുമുമ്പിൽ വളരെ അലങ്കരിച്ചിട്ടുള്ള ഊഞ്ഞാൽ എല്ലാം ആട്ടി ആ പൂജകളെല്ലാം കഴിഞ്ഞ് ദേവിയെ അകത്തിരുത്തും. അപ്പോൾ തന്നെ കനകവർഷം, അതായത് നിറകുടത്തിൽ നമ്മുടെ കോയിൻ നാണയങ്ങൾ, പൂജിച്ച നാണയങ്ങൾ എല്ലാം പൂജിച്ച ചെയ്യണം. അതൊക്കെ തന്ത്രിയുടെ പ്രത്യേക താല്പര്യമനുസരിച്ചും പ്രത്യേക ഒരു സാന്നിധ്യവും. അദ്ദേഹം ഒന്നും പുറപ്പെടില്ല, വേറെ പോകത്തില്ല. ഈ 9 ദിവസവും അദ്ദേഹം ക്ഷേത്രത്തിൽ തന്നെയാണ്, അവിടെയാണ് ഉണ്ടാകുന്നത്. ആ പൂജ കഴിഞ്ഞ നാണയം കുടത്തിലെടുത്ത് കനകവർഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും, വിതറും. അപ്പോൾ അതെടുക്കുന്നതിന് ഭയങ്കരമായ അതെ അപ്പോൾ അങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ക്ഷേത്രമെത്തി. അപ്പോൾ ഇപ്പോൾ സംഗീത കച്ചേരി, മഹാകനകസഭ, അത് കഴിഞ്ഞ് ഒരു വലിയ ഗംഭീരമായൊരു പ്രോഗ്രാം ഉണ്ടാകും. അതൊരു 12 മണി വരെയൊക്കെ ഉണ്ടാകും. പിന്നെ രാവിലെ 6 മണി മുതൽ 5 മണി മുതൽ ഇത് ഹരിനാമ കീർത്തനം ഉൾപ്പെടെ തുടങ്ങിയാൽ ഈ അന്ന് കിട്ടുന്ന പരമാവധി ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, അത് മറ്റേ ഒരുപാട് ഈ കലകളുമായി ബന്ധപ്പെട്ട തുടക്കങ്ങൾ, ഇതെല്ലാം ഭജന, ഇതെല്ലാം ഒരു 3:30 മണി വരെ ഉണ്ടാവും. കറക്റ്റ് 4 മണിയാവുമ്പോൾ ഈ അടുത്ത കാലം മുതൽ, കഴിഞ്ഞ മാസം ഇതിന് മുമ്പുണ്ടായിരുന്നെങ്കിലും സാഹിത്യ സമ്മേളനങ്ങൾ, അതിലും പ്രത്യേകിച്ച് സാഹിത്യ സമ്മേളനങ്ങൾ സാധാരണഗതിയിൽ ഒരു 10-20 പേരെ വിളിച്ചിരുത്തി, ഫ്രണ്ടിൽ ആരും കാണത്തില്ല, ഇവർ ഒന്നും കാര്യമായിട്ട് പറയാനും പറ്റത്തില്ല. അത് മാറ്റിയിട്ട് ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 8 ദിവസം, ആദ്യത്തെ 8 ദിവസവും പ്രഭാഷണ പരമ്പരയാണ്. ആ പ്രഭാഷണ പരമ്പര വച്ചതിന് ശേഷം ജനം എത്ര മഴയായാൽ പോലും ഹാളിൽ നിറഞ്ഞ് റോഡിൽ നിറഞ്ഞ് ആ പ്രഭാഷണം കേൾക്കാൻ വരും. അത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ പ്രഭാഷണ പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ഇനിയുള്ള തുടർന്നുള്ള കാലങ്ങളിലും അത് തന്നെ നടത്തിപ്പോകും. അപ്പോൾ ആ പ്രഭാഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അവരിൽ നിന്ന് കിട്ടുന്ന അറിവും അത് എത്രത്തോളം ഭക്തജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അത് ഉൾക്കൊള്ളാൻ താല്പര്യമുണ്ടെന്നുള്ളത് ആ രീതിയിൽ സംഘടിപ്പിച്ചതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ, ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെയൊക്കെ കാണാൻ ഭയങ്കര ആൾക്കാരാണ്. അതുപോലുള്ള ഒരുപാട് ആളുകളാണ് ഇപ്രാവശ്യം. അത് പിന്നെ ഒരു ദിവസം കവി സമ്മേളനം വയ്ക്കും.
അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കവി മധുസൂദൻ സാറിൻ്റെ ഇതായിരുന്നു. അന്ന് 1-2 പേര് മാത്രം കൂടെ ആ സമ്മേളനത്തിൽ കാണും. പിന്നെ ഈ മത്സരങ്ങൾ, രാമായണം അങ്ങനെയുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ഉള്ള മത്സരങ്ങളുണ്ട്. അവർക്കൊക്കെ പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസം വച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളും നടന്നു പോകുന്നു. അതിൽ കിട്ടുന്ന തുകയിൽ എല്ലാ വർഷവും ഈ പ്രത്യേകിച്ചും ഈ പ്രതിഷ്ഠാ വാർഷികത്തിന് മാർച്ചിലാണ് വരുന്നത്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരും. അപ്പോൾ കിട്ടുന്ന തുകയിൽ നല്ലൊരു ഭാഗം ഈ പ്രദേശത്തുള്ള, എല്ലായിടവും കൊടുക്കാൻ കഴിയില്ല, അത് നമ്മുടെ ബൈലയിൽ അങ്ങനെയാണ്, ഈ പ്രദേശത്തുള്ള നിർധനരായ ആൾക്കാരെ കണ്ടുപിടിച്ച് ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം. ഇപ്പോഴും ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അന്ന് നമ്മൾ 1ാം ക്ലാസ് 2ൽ പഠിച്ച കുട്ടികളെല്ലാം ഇപ്പോൾ കോളേജിലൊക്കെ അവരുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ മംഗല്യ സഹായം, ഇപ്പം അവിടെ കല്യാണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ. അപ്പം അങ്ങനെ അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൂജപ്പുര ശ്രീ സരസ്വതി ദേവി ക്ഷേത്രം. അപ്പോൾ അത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു സംരംഭം എന്ന് പറയുന്നത് വളരെ അടിയന്തരമായി ഈ ഒരു ഓൾഡ് ഏജ് ഹോം വെച്ചാൽ ഈ ആരുമില്ലാതെ കൊണ്ട് തള്ളുന്ന കേന്ദ്രമല്ല. അവർക്ക് അമ്മയായും അച്ഛനായും മക്കളായും എല്ലാ സഹായവും ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു നന്മ നിറഞ്ഞ ഒരു കേന്ദ്രം ഈ സരസ്വതി ദേവി ക്ഷേത്രം ജനകീയ സമിതിയുടെ ഭാവനയിലുള്ളതാണ്. അത് വസ്തുവകൾ വാങ്ങുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ താമസിയാതെ തന്നെ ഈ ഭരണസമിതിയോ അടുത്ത ഭരണസമിതിയോ അത് നടപ്പിലാക്കാൻ കഴിയുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്ന 59 പേര് ഈ അടുത്ത കാലത്ത് കുറച്ച് ആൾക്കാരെ കൂടെ ചേർത്ത് അത് കുറച്ചുകൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. അതും എല്ലാ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ആ പ്രാധാന്യം പ്രത്യേകിച്ച് എല്ലാ മാസവും കലശപൂജയുണ്ട്, മാസക്കലശം, അങ്ങനെയുള്ള എല്ലാ പൂജകളും, പിന്നെ ഉത്സവത്തിനുള്ള പ്രത്യേക കലശവും പൂജകളുമുണ്ട്. അതുകൊണ്ട് ശ്രീ സരസ്വതി ദേവി എന്ന് നമ്മുടെ അവിടുത്തെ ഭയങ്കര പവർഫുള്ളാണ്. അത് നമ്മുടെ അനുഭവമല്ല. 1ാം റാങ്ക് വാങ്ങിച്ച കുട്ടികൾ, ഒരു വക പഠിക്കാതിരുന്ന കുട്ടികളെല്ലാം അവിടെ വന്ന് നാവും നാരായവും അതുപോലുള്ള പൂജകളും ഒക്കെ നടത്തി, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മണിസമർപ്പണം നടത്തി, കല്യാണം നടക്കാത്തതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള എല്ലാവിധ പൂജകളും. അത് ജനങ്ങളുടെ വിശ്വാസമാണ്. എനിക്ക് പോലും അങ്ങനെ വിശ്വാസം വന്നത് അവിടുത്തെ ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് എനിക്ക് ഓരോ ദിവസവും നമുക്കൊരു അഭിമാനം കൊടുക്കുന്നത്. പുറത്തുള്ള ഒരുപാട് ആളുകൾ, തമിഴ് സംസാരിക്കുന്നവരെല്ലാം വന്ന്, ഹിന്ദി സംസാരിക്കുന്നവർ, ഇവിടെ ഈ മിലിറ്ററി ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ പൂജ ചെയ്ത് അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഗുണങ്ങളും അവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം കൂടിക്കൂടി വരുന്നത്. അതിൻ്റേതായ ഐശ്വര്യം ഈ നാട്ടിലും ഈ പ്രദേശത്തും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഇനിയും അത് നല്ല രീതിയിൽ തന്നെ, കാരണം ഞാൻ ഒരു അടിവരയിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് ഇതിൻ്റെ ഭാരവാഹികളോ ഒരു കമ്മിറ്റി അംഗങ്ങളോ ആർക്കും, പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും ശാധികാരി ആയാലും മറ്റ് ഭാരവാഹികളായാലും അംഗങ്ങളായാലും ഒരു പൈസയുടെ വേതനമോ ഒന്നും അവർക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല, ഇനിയും കൊടുക്കുകയുമില്ല. ഇവരുടെയൊക്കെ ഒരു ആത്മാർത്ഥമായ സാമൂഹ്യ സേവനമായിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ഇതുപോലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനം ക്ഷേത്ര ആരാധനയ്ക്ക് തുല്യമാണ്. അപ്പോൾ സരസ്വതി ദേവിയുടെ സാന്നിധ്യത്തിൽ ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നത് അവിടെ ഇരിക്കുന്ന സരസ്വതി ദേവി ഭയങ്കര ശക്തിയാണ്. അവിടെ നിന്ന് ഒരു തേങ്ങ അടിച്ചിട്ട്, ഗണപതി ഉണ്ട് അവിടെ, കൊച്ചു ഗണപതിയാണെങ്കിലും തേങ്ങ അടിച്ചിട്ട് പോയാൽ ആ കാര്യം 100% നടന്നിരിക്കും. അത്ര
പവർഫുള്ളായ ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ സാന്നിധ്യവും സരസ്വതി ദേവിയുടെയും ഞാൻ നേരത്തെ പറഞ്ഞ ദേവിയുടെയും ഒക്കെ സാന്നിധ്യം അവിടെയുണ്ട്. നമ്മുടെ കുമാരസ്വാമിയുടെ സാന്നിധ്യമുണ്ട്. അതിനേക്കാൾ ഉപരി ശ്രീ ചട്ടമ്പിസ്വാമി ഉൾപ്പെടെ നമ്മുടെ ആയലായ സ്വാമി അദ്ദേഹം ഞാൻ അവിടെ ഒരു ദിവസം പോയപ്പം എന്നെ സാറെന്നാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മളിന്ന് ഏറ്റത്തെ ആളാണ്. ഞാൻ അവിടെ വന്ന് കിടക്കുമായിരുന്നു കൂടെ. കാരണം ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് കിടക്കുമായിരുന്നു. റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് ജയിൽ കൗണിൽ താഴെയായിരുന്നു കൂടുതലായിട്ട് കെട്ടി. അപ്പം ഇവിടെ വന്ന് അങ്ങനെ കിടക്കുന്ന. അതുകൊണ്ട് ആ പ്രദേശത്തിനൊരു പ്രത്യേകതയുള്ളത് ഈ ഇത്തരത്തിലുള്ള മഹാരഥന്മാർ വന്ന് ഇരുന്നിട്ടുള്ള ഒരു പരിപാവനമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാർ ഭരിച്ച കാലത്ത് നടക്കാത്ത സംഭവം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനും ഇതെല്ലാം അവിടെ ഉണ്ടായത് അങ്ങനെയുള്ള മഹാരഥന്മാരുടെ അനുഗ്രഹവും മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എനിക്കറിയാവുന്നതാണ്. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഉള്ള അവരൊക്കെ രാമായണം വായിക്കുന്ന എന്നെ ആദ്യമായി ഹരിശ്രീ തുടങ്ങിച്ചത് ശിവശങ്കരപിള്ള സ്വാമിജി എന്ന് പറഞ്ഞ ഒരാളാണ്. പൂജപ്പുരത്തെ അദ്ദേഹമാണ്. അദ്ദേഹമൊക്കെ രാമായണം വായന കേട്ട് കഴിഞ്ഞാൽ ചെങ്കുളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഹരിനാമകീർത്തനവും മറ്റ് പാരായണങ്ങളൊക്കെ നടത്തുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പുന്നയ്ക്കാമുകളിൽ ആശ്രമത്തിലുള്ള അന്ന് പട്ടാളസ്വാമി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഗോപാലസ്വാമി, മാധവൻ സാറെന്ന് അന്ന് വിളിക്കുന്ന മാധവാശ്രമത്തിലെ മാധവൻ സ്വാമി, കൊല്ലത്തുള്ള ശ്രീരാമകൃഷ്ണ എന്നായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. നമ്മൾ കൊച്ചുസ്വാമി എന്ന് വിളിക്കും. അപ്പോൾ ഇവരെല്ലാം വൈകുന്നേരങ്ങളിൽ അവിടെ ഒരു 8-9-10 മണി കഴിഞ്ഞാൽ അവർ 2:30-3 മണി വരെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പരദൂഷണങ്ങളല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. നല്ലൊരു അങ്ങനെ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു പരിപാവനമായ സ്ഥലമാണ്. അവർക്ക് മണ്ഡപത്തിനകത്തൊക്കെയാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുള്ള സ്ഥലം അത് നമ്മൾ ആര് വിചാരിച്ചാലും അത് ഒന്നും മോശമാക്കാൻ കഴിയില്ല. അത് നാൾക്ക് നാൾ വളരുന്ന കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു മഹാ ആരാധനാലയമായി ശ്രീ സരസ്വതി ദേവി ക്ഷേത്രം മാറും. അതിന് ശക്തിയായി മുന്നോട്ട് പോകുന്നതിനുള്ള ജനങ്ങൾ എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു ജനകീയ സമിതിയും അവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സരസ്വതി ദേവിയുടെയും അതിനൊക്കെ തുടക്കം കുറിക്കുവാൻ എന്നെയും നമ്മുടെ സഹപ്രവർത്തകരെയും ഒരു മാർഗനിർദ്ദേശം കാണിച്ച നമ്മുടെ സത്യാനന്ദ സ്വാമി തിരുവടികളുടെയും മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.